അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, രാത്രിയിലെ നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം മാറ്റും. അതായത് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലാൻ കുറച്ച് സമയം മതി. എന്നാൽ രഹസ്യമായി ഇത് നിങ്ങൾ ചെയ്യണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായും നിങ്ങൾക്ക് അതിന് ഫലം ലഭിക്കും. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൂടുതൽ ആളുകളും സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ ജീവിതം ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജീവിതം മടുത്തു പോയിട്ടുണ്ടാകും. കാരണം ജീവിതത്തിൽ എന്നും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർക്ക് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അവരുടെ തല പോകും എന്ന് പറഞ്ഞാൽ പോലും അവർ വലിയ സന്തോഷത്തോടുകൂടി കൂളായിട്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവരുടെ ഈ സ്വഭാവത്തിൻ്റെ പിന്നിൽ എന്താണ്, ഇവരുടെ ആത്മീയ രഹസ്യം എന്താണ് എന്ന് നമുക്കൊരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഈ ചരിത്രം നിങ്ങൾ കേട്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടില്ല. എത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും അത് നേരിടാനുള്ള ഒരു മനക്കരുത്തുണ്ടാകും. നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരില്ല. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രയാസമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും അതിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള വഴി നിങ്ങൾക്ക് തേടാൻ സാധിക്കുകയും ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യും. മക്കയിലെ ആദ്യകാല മുഅ്മിനീങ്ങളെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടും അവർ അവരുടെ ജീവിതത്തിൽ ശാന്തരായിരുന്നു. അവർ എന്നും സമാധാനത്തോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ ജീവിതം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ സ്വർഗമാണ്. കാരണം അവർ ആ കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കൊക്കെ ഇന്നൊരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. പിന്നീട് നമുക്ക് ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നുകയാണ്. എന്നാൽ ആദ്യകാല മുഅ്മിനീങ്ങൾ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, രാത്രി അന്തി ഉറങ്ങാൻ കൂരയില്ല, മാത്രമല്ല സ്ത്രീകൾക്ക് സുരക്ഷയില്ല, എപ്പോഴും ശത്രുക്കളെ ഭയക്കണം, എപ്പോഴും ജീവൻ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടിയാണുള്ളത്. വീടുകൾ കുറവാണ്. ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് കിലോമീറ്ററുകളോളം താണ്ടിയിട്ടായിരിക്കും അടുത്ത വീട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ അന്തിയുറങ്ങാൻ വലിയ പേടിയുള്ള കാലമാണ്. മാത്രമല്ല എപ്പോഴും യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. അതായത് സ്വന്തം ഭർത്താവ് ഇന്ന് യുദ്ധത്തിന് പോയാൽ നാളെ തിരിച്ചു വരുമോ, ഭർത്താവിനെ കാണാൻ സാധിക്കുമോ, മക്കൾ യതീമാകുമോ, ഞങ്ങൾ അനാഥരാകുമോ, ഇനി ഞങ്ങൾക്കാരാണുള്ളത്, ഇങ്ങനെ വലിയ വിഷമമാണ് അന്നത്തെ സഹോദരിമാർക്കൊക്കെ. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച മുഅ്മിനീങ്ങളാണ് ആദ്യകാല മുഅ്മിനീങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊക്കെ എന്ത് സുഖമാണ് ഇവിടെ. എന്തിനാണ് നമുക്കൊരു കുറവ്? നമുക്കൊക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്നു, നമ്മൾ ടെൻഷൻ അടിക്കുന്നു, നമുക്ക് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നു. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദ്യകാല മുഅ്മിനീങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടും അവർ നല്ല കൂളായിട്ട് നല്ല ശാന്തരായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? മക്കയിലെ മുഅ്മിനീങ്ങൾ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടും അവർക്കിടയിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് എന്താണ് കാരണം എന്നറിയുമോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരുടെ മനസ്സിൻ്റെ ശക്തിയുടെ ആ രഹസ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ വചനം. അവർ ഓരോ രാത്രിയിലും തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിരുന്നു. രാത്രി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നവരും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരുമായിരുന്നു.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും വയറ് നിറയെ ആഹാരം കഴിക്കാനില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും മക്കളെ നഷ്ടപ്പെട്ടാലും ഭർത്താവിനെ നഷ്ടപ്പെട്ടാലും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാലും ഒറ്റപ്പെട്ടു പോയാലുമൊക്കെ അവർ വലിയ കൂളായിട്ട് സമാധാനത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അവർ കൂടുതൽ അടുത്തത് കൊണ്ടാണ്. അവർ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറാൻ, പ്രതിസന്ധികൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ, ജീവിതത്തിൽ സമാധാനമുണ്ടാകുകയുള്ളൂ. അതാണ് നമുക്ക് ആധുനിക കാല മുഅ്മിനീങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതം പബ്ലിക് ലൈഫിലല്ലായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു തആലയിൽ മാത്രം പ്രൈവറ്റായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി സമയങ്ങളിലൊക്കെ കൂടുതലും നിങ്ങൾ അള്ളാഹുവുമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവുമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക. അത് സമൂഹത്തിൽ നിന്നും ഒളിച്ചോടുക എന്നല്ലോ അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നൊരു ഏകാന്തതയാണത്. രാത്രി കുറച്ച് സമയം നിങ്ങൾ ചുറ്റുപാടുള്ള ബഹളത്തിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. ദുആയിലൂടെയാണ് നമുക്കെല്ലാം നിറവേറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിധി തന്നെ മാറ്റി എഴുതാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, രാത്രി സമയം നമ്മൾ സ്വകാര്യമായി ഒറ്റയ്ക്കിരുന്നുള്ള ആരാധന ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ വീട് തന്നെ ഒരു പുണ്യമായ സ്ഥലമായി മാറും. അതായത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലാഹു പെയ്തിറക്കും. അല്ലാഹുവിൻ്റെ മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ വീടിൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ വീടിനെ ഒരിക്കലും നിങ്ങൾ ശവകുടീരമാക്കരുത്. എന്താണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നറിയുമോ? ആരാധനയില്ലാത്ത, നിസ്കാരമില്ലാത്ത, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത, ദിക്റുകൾ ചൊല്ലാത്ത, സ്വലാത്തുകൾ ചൊല്ലാത്ത, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കാത്ത ഒരു വീടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീടിനെ നിങ്ങൾ ഒരിക്കലും ശവകുടീരമാക്കരുത് എന്ന്. മറിച്ച് നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ആരാധനയിൽ ധന്യമാക്കിയാൽ, ദുആ ചെയ്യുന്നത് അധികരിപ്പിച്ചാൽ നിങ്ങളുടെ വീട് ഒരു പ്രകാശപൂരിതമാകും. അതൊരു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പുണ്യസ്ഥലമായി മാറും. നമ്മുടെ വീട് ഒരു ചെറിയ വീടാണെങ്കിലും നമ്മൾ രാത്രി സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് ഇബാദത്തിൽ ധന്യമായാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആ ചെറിയ വീടും വലിയ വീട് പോലെ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലമുള്ളതാക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരും. നല്ല ബറക്കത്തുള്ളൊരു വീടായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വീടിനെ മാറ്റും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാത്രി സമയങ്ങളിൽ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം എന്ന് പറയാൻ കാരണം, ഇസ്ലാമിൻ്റെ ആദ്യകാല തുടക്കത്തിൽ പ്രാർത്ഥന നിർബന്ധമായിരുന്നു. അതായത് മറ്റു ഇസ്ലാമിക നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യകാല വിശ്വാസികളുടെ അടിത്തറ പാകിയത് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ പള്ളികളൊക്കെ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് അന്നത്തെ ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് ഇബാദത്തെടുത്തിരുന്നത് അവരുടെ സ്വന്തം വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകുക, അതായിരുന്നു അന്നത്തെ ആരാധന. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കാരണം നമുക്ക് ഇഹലോകത്തും വിജയിക്കാൻ സാധിക്കും, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഈ ദിക്റുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ മിന്നൽ വേഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ ചെയ്താൽ മതി. അതായത് രാത്രിയിൽ വരുന്ന ഇശാ നിസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ പോയാൽ മതി, എന്നാൽ ജമാഅത്തായി നിസ്കരിക്കാം. എന്നാൽ സ്ത്രീകൾക്ക് വീട്ടിൽ ചിലപ്പോൾ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നിർബന്ധമൊന്നുമില്ല, ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇശാ നിസ്കാരമുണ്ടല്ലോ, നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം ഒരു രാത്രിയുടെ പകുതി നമ്മൾ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ടാണ് ഇശാ നിസ്കാരം നിങ്ങൾ കഴിയുമെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുക. ഈ കാര്യം ചെയ്യാനും നിങ്ങൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇശാ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സാധാരണ നമ്മൾ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ നിസ്കാരം മതി. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് വേണം ഈ കാര്യം ചെയ്യാൻ. ഈ അമൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ 58-ാമത്തെ വചനം എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് ഇത്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഈ ആയത്ത് നിങ്ങൾ 129 പ്രാവശ്യം ചൊല്ലുക. എന്നതിന് ശേഷം നിങ്ങൾ, അതായത് നമ്മൾ ഇശാ നിസ്കരിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് 129 പ്രാവശ്യം ചൊല്ലിയത്. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സുജൂദ് ചെയ്യുക. ആ ഇരുത്തം ഇരിക്കുന്നിടത്ത് നിന്നും നമ്മൾ ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് കണ്ണീരോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് സുജൂദാണ്. നമ്മുടെ നെറ്റി നിലത്ത് വെക്കുന്ന ആ നിമിഷം, ആ സമയത്താണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും കൂടുതൽ അടുക്കുന്നത്. നമ്മുടെ വിനയം പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാനും നമ്മുടെ വേദനകൾക്ക് ആശ്വാസം കിട്ടാനും നമ്മുടെ സ്ട്രെസ്സ് കുറക്കാനും, അതായത് നമ്മുടെ ടെൻഷൻ കുറക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയരാനും കാരണമാകുന്ന ഒന്നാണ് സുജൂദ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ ഇരുത്തത്തിൽ നിങ്ങൾ 129 തവണ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ ഈ ആയത്ത് നിങ്ങൾ ഓതുക. അതിന് ശേഷം നിങ്ങൾ ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദുആ ചെയ്ത് അള്ളാഹുവിനോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ അധികം വൈകാതെ മിന്നൽ വേഗത്തിൽ നിങ്ങൾക്കത് നിറവേറ്റി തരുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വിശ്വാസിയുടെ ആദരവ് രാത്രി സമയം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിലാണ്. മാത്രമല്ല വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ്റെ അന്തസ്സ് ജനങ്ങളെ ആശ്രയിക്കാത്തതിലാണ്. നമ്മൾ ജനങ്ങളെ ആശ്രയിക്കാത്തതാണ് നമ്മുടെ അന്തസ്സ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നമ്മൾ ആശ്രയിക്കേണ്ടത് സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആലയിലാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ ആരാധനയാണ് നമ്മുടെ പൊതുജീവിതത്തിൽ നമുക്ക് ആദരവ് നേടിത്തരുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ഒരു പുതിയ ബന്ധം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ വിജയങ്ങളുണ്ടാകും. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബം, നമ്മുടെ സാമ്പത്തിക പ്രയാസം, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനൊക്കെയും നമുക്ക് ശരിയായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, കുടുക്കിൽപ്പെട്ടു പോയാലും സമാധാനത്തോടുകൂടി ശാന്തമായിട്ട് കൂളായിട്ട് അതിനെ നേരിടാൻ സാധിക്കും. സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുണ്ടാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഇശാ നിസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ ചൊല്ലി സുജൂദിൽ കിടന്ന് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക, ആഗ്രഹങ്ങൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. രോഗങ്ങൾ നൽകിയിട്ടും, കടങ്ങൾ നൽകിയിട്ടും, മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ നൽകിയിട്ടും, പ്രതിസന്ധികൾ നൽകിയിട്ടും നാം ആരെയും അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കാതിരിക്കട്ടെ. ഇഹലോകത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.